ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അയിലമീൻ കറിയാണ് വെക്കാൻ പോണത്. തമിഴ്നാട് രീതിയിലാണ് വെക്കാൻ പോണത്. അപ്പോൾ ഞാൻ അയിലമീൻ 1 കിലോ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ വെക്കാൻ നോക്കാം. ഞാൻ മൺപാത്രത്തിലാണ് ഇന്ന് കറി വെക്കാൻ പോണത്. അപ്പോൾ ഞാൻ മൺപാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തായിരുന്നു. അത് ചൂടായതും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു 3 തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വലിയ 3 തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം അതിലേക്ക് ആഡ് ചെയ്യാണ്. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 എണ്ണം അത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, വലിയ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. അടി പിടിക്കാതെ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. മസാലയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 മുറി തേങ്ങയാണ് ചിരവി വെച്ചിരുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. മാറ്റിയ ശേഷം അത് ആറിയതും നമുക്കൊന്ന് ആട്ടുകല്ലിലാണ് ആട്ടിയെടുക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിത് ആറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആറിയിട്ട് ആട്ടുകല്ലിൽ ആട്ടിയെടുത്തിട്ട് വരാം. അതിന് ശേഷം ഞാൻ അടുപ്പത്ത് മൺപാത്രം വെച്ച് അതിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് 2 ഉണക്കമുളകും ലേശം കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 1/2 സബോളയും കൂടെ അതിലേക്ക് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ തക്കാളിയും കൂടെ ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം, കറിക്ക് പാകത്തിന്. എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ കറി നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് ഉപ്പ് പാകമാണെന്ന് നോക്കിയ ശേഷം നമുക്കതിലേക്ക് മീൻ ആഡ് ചെയ്യാം. ഞാൻ വറുക്കാനെടുത്ത മീനിൻ്റെ തലയാണ് ഒരെണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഫിഷ് ഫ്രൈ ചെയ്തായിരുന്നു ഒരെണ്ണം. അപ്പോൾ അതിൻ്റെ വലിയ മീനാണത്. അത് കേര മീനാന്ന് പറയും. അതിൻ്റെ തലയാണ് ഇട്ട് കൊടുത്തത് ഒരെണ്ണം. പിന്നെ അതിൻ്റെ ഒപ്പം അയില മീനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 8 പേർക്ക് വരുന്ന പോലെ കറിയാണ് ഞാൻ വെക്കാൻ പോണേ. നമുക്ക് മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ കറി വെന്ത ശേഷം നമ്മൾ അധികം മിക്സാക്കി കൊടുക്കാൻ പറ്റില്ല, കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ആദ്യം ഇടുമ്പോൾ തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പിടാം ആവശ്യത്തിന്. പാകമാണെങ്കിൽ നമ്മളതിൽ കറിയായ പിന്നെ നമ്മൾ മാറ്റി വയ്ക്കാം. അങ്ങനെ
അയിലമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.